മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുൻ സുരക്ഷാ ഉദ്യോഗസ്ഥനെ മണ്ണന്തല ഇൻസ്പെക്ടർ KR ബിജു പരസ്യമായി അപമാനിച്ചതായി പരാതി. ബിജുവിനെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിരിക്കുകയാണ്. കേരള പോലീസിൽ നിന്നും സബ് ഇൻസ്പെക്ടറായി വിരമിച്ച നാലഞ്ചിറ കോട്ടമുകൾ സ്വദേശി മനോഹരൻ നായർക്കാണ് ഇത്തരമൊരു ദുരനുഭവമുണ്ടായത്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്ന ഏപ്രിൽ 26-ന് മണ്ണന്തല 154-ാം നമ്പർ പോളിംഗ് സ്റ്റേഷനിൽ വോട്ട് ചെയ്യാൻ എത്തിയപ്പോഴാണ് സംഭവം നടന്നത് എന്നാണ് പരാതിയിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. പോളിംഗ് സ്റ്റേഷൻ പരിസരത്ത് സ്കൂട്ടറിൽ ഇറങ്ങിയ അവസരത്തിലാണ് മണ്ണന്തല ഇൻസ്പെക്ടർ തന്നോട് മോശമായി പെരുമാറിയതെന്നാണ് പരാതിയിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. വാഹനം പാർക്ക് ചെയ്ത അവസരത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഇൻസ്പെക്ടർ KR ബിജു പോളിംഗ് സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങാൻ ആവശ്യപ്പെടുകയും താനും സുഹൃത്തും അതനുസരിച്ച് പുറത്തേക്ക് പോകാൻ തയ്യാറായപ്പോൾ നിന്റെ സ്കൂട്ടറും എടുത്തുകൊണ്ട് പോടോ എന്ന് ഉച്ചത്തിൽ ആക്രോശിച്ചുകൊണ്ട് തന്റെ അടുത്തേക്ക് വരികയും ഉണ്ടായി എന്ന് പരാതിയിൽ പറയുന്നു. താൻ റിട്ടയർഡ് സബ് ഇൻസ്പെക്ടർ ആണെന്ന് പറഞ്ഞ അവസരത്തിൽ മണ്ണന്തല ഇൻസ്പെക്ടർ ഷർട്ടിന് കുത്തിപ്പിടിച്ച് പുറകോട്ട് ആഞ്ഞു തള്ളിയതിനെ തുടർന്ന് സ്കൂട്ടറിന്റെ പുറത്തേക്ക് മറിഞ്ഞു വീഴുകയും ചെയ്തു. യാതൊരുവിധ വാക്കുതർക്കവും ഉണ്ടാകാതെയാണ് SHO ഇത്തരത്തിൽ പെരുമാറിയത്. സംഭവം കണ്ട് അവിടെ ഉണ്ടായിരുന്നവർ തങ്ങളുടെ സമീപത്തേക്ക് ഓടിയെത്തി കാര്യം തിരക്കിയ അവസരത്തിൽ ഇൻസ്പെക്ടർ ലാത്തി കൊണ്ട് അടിക്കുകയും അസഭ്യം വിളിച്ചു പറയുകയും ചെയ്യുകയാണ് ഉണ്ടായത് എന്നും പരാതിയിൽ വ്യക്തമാക്കുന്നു. ഈ സംഭവം മനോഹരൻ നായരെയും കുടുംബത്തെയും മാനസികമായി തളർത്തിയിരിക്കുകയാണ്. 2008-ൽ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന അവസരത്തിൽ വിശിഷ്ട സേവനത്തിന് മുഖ്യമന്ത്രിയുടെ മെഡൽ ലഭിച്ച തനിക്കുണ്ടായ ഇത്തരം ഒരു അനുഭവം അതീവ ഞെട്ടലോടെയാണ് ഓർക്കുന്നത്. കൂടാതെ 2019-ൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസ് സുരക്ഷാ ഓഫീസർ പദവിയിൽ ഇരുന്ന് വിരമിച്ച തന്നെ പൊതുജനമധ്യത്തിൽ പരസ്യമായി അപമാനിച്ച മണ്ണന്തല ഇൻസ്പെക്ടർ KP ബിജുവിനെതിരെ നടപടി വേണം എന്ന ആവശ്യം ശക്തമായി ഉന്നയിക്കുകയാണ് മനോഹരൻ നായർ. പോലീസിൽ നിന്നും വിരമിച്ച ആർക്കും ഇത്തരം ഒരു ദുരനുഭവം ഉണ്ടാകാൻ പാടില്ല എന്നും മനോഹരൻ നായർ പറയുന്നു.